ഹായ് എവരിവൺ, +2 ബിസിനസ് സ്റ്റഡീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. വി കംപ്ലീറ്റഡ് അവർ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ് ഫ്രം ദിസ് ചാപ്റ്റർ. ഈ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് ഓർത്തെടുത്ത് പോവാം. നമ്മൾ കുറേ ദിവസങ്ങളായിട്ടാണ് ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കഴിഞ്ഞ ഭാഗങ്ങളൊന്നും കൂടെ ഓർത്തെടുക്കും കൂടി ചെയ്യാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. ഫസ്റ്റ്ലി ലെറ്റ്സ് റീകോൾ ദി മീനിങ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രകൃതം എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഒന്ന് റീകോൾ ചെയ്യാം. ഐ വിഷ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രിൻസിപ്പിൾ? എന്താണ് പ്രിൻസിപ്പിൾ? ക്യാൻ എനിവൺ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് പ്രിൻസിപ്പിൾ എന്നുള്ളത്? നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പം എന്താണ് പ്രിൻസിപ്പിൾ? യെസ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ എ ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പെരുമാറ്റത്തിനുമായിട്ടുള്ള വിശാലമായതും പൊതുവായുമായുള്ള മാർഗ്ഗരേഖകളാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്തൊക്കെയായിരുന്നു അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒരുപാട് നേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്ന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, അതായത് ആഗോള തലത്തിലുള്ള പ്രായോഗികത. ജനറൽ ഗൈഡ് ലൈൻസ്, പൊതുമാർഗനിർദ്ദേശങ്ങൾ. ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, പ്രയോഗത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതാണ്. ഫ്ലെക്സിബിലിറ്റി, അത് വഴക്കമുള്ളതാണ്. മെയിൻലി ബിഹേവിയറൽ, അത് പെരുമാറ്റ സംബന്ധിയായതാണ്. അതുപോലെ തന്നെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, അതൊരു കാര്യകാരണ ബന്ധം അതിലൂടെ സ്ഥാപിക്കാൻ കഴിയും. പിന്നെ കണ്ടിൻജൻ്റ് ആണ്, സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. ഇതിലെ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ആഗോള തലത്തിലുള്ള പ്രായോഗികത, അതായത് മാനേജ്മെൻറ്റ് സാർവത്രികമാണ് എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നെവർ റിമൈൻ സ്റ്റാറ്റിക് ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ മോഡ്. അത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ ഒരിക്കലും അത് സ്ഥിരമായി നിലനിൽക്കുന്നതല്ല. ദേ ക്യാൻ ബി അപ്ലൈഡ് വിത്ത് വേരിയേഷൻ ആൻഡ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അതായത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യതിയാനങ്ങളോട് കൂടിയിട്ട് അവ എന്ത് ചെയ്യാം, പ്രയോഗിക്കാൻ കഴിയും. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് പലപ്പോഴും നമുക്ക് ബിസിനസ് സ്റ്റഡീസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കും. നമുക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച കാര്യമായിട്ട് റിലേറ്റ് ചെയ്യിക്കാനാണ് നമുക്ക് എപ്പോഴും പ്രയാസം ഉണ്ടാവുക. അക്കൗണ്ടൻസി അത്ര പ്രയാസം വരുന്നില്ല. എത്ര ആപ്ലിക്കേഷൻ ലെവലായാലും അതിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ബിസിനസ് സ്റ്റഡീസ് അത് കണക്ട് ചെയ്യുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? ഐഡൻറ്റിഫൈ ദി നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ റെഫേർഡ് എബവ്. ഇവിടെ പറഞ്ഞ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണ്? അപ്പോൾ ഏതാണ്? എല്ലാ തരത്തിൽപ്പെട്ട ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പ്രയോഗിക്കാവുന്നതാണ്. ആ സ്ഥാപനത്തിൻ്റെ വലിപ്പത്തിനും സ്വഭാവത്തിനും അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരും. അല്ലാതെ സ്ഥിരമായിട്ടൊരു ഇത് അതിനില്ല എന്നുള്ളതൊക്കെ പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റിയാണ്. ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ആൻഡ് നാച്ചർ. എല്ലാ തരത്തിൽപ്പെട്ട സ്ഥാപനങ്ങളും അതിൻ്റെ വലിപ്പത്തിനും സ്വഭാവത്തിനും അനുസരിച്ച് മാനേജ്മെൻറ്റ് തത്വങ്ങൾ പ്രയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇനി അടുത്തൊരു ഏരിയയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രാധാന്യം. കുറച്ച് സ്പീഡിൽ പോവുകയാണ്, നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട്. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രാധാന്യം ഏതൊക്കെ രൂപത്തിലാണ് അത് പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യത്തിലേക്ക് ഉൾക്കാഴ്ച നൽകുന്നതിന് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജർമാരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, അതായത് വിഭവങ്ങളുടെ പരമാവധി ഉപയോഗവും കാര്യക്ഷമതയും അതേ കാര്യക്ഷമമായ ഭരണനിർവഹണവും കാഴ്ചവെക്കാൻ മാനേജർമാർ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു ടേക്ക് സയൻറ്റിഫിക് ഡിസിഷൻസ്, ശാസ്ത്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത് ഒരുപാട് സഹായകമാണ്. മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്സ്, അതായത് വിവിധ സാഹചര്യങ്ങളെ നേരിടാൻ അത് സഹായിക്കുന്നുണ്ട്. അതായത് ബിസിനസ് പരിതസ്ഥിതിയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അത് സഹായിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് തത്വങ്ങൾ. പിന്നെ ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പരിശീലനം, വിദ്യാഭ്യാസം, ഗവേഷണം ഇതിനൊക്കെ ഏറെ സഹായകമാണ്. മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ഇതിനൊക്കെ അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രാധാന്യം ഇതൊക്കെയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ സിഗ്നിഫിക്കൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സിഗ്നിഫിക്കൻസ് വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എക്സാമിന് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചേക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മേക്സ് ദി മാനേജേഴ്സ് മോർ റിയലിസ്റ്റിക് ഇൻ ദയർ പ്രൊഫഷൻ. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ്. ഇപ്പോൾ 2 മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 ഇമ്പോർട്ടൻസ് എഴുതാം. 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 3 എഴുതാം. 5 മാർക്കിനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻസും എഴുതാം. അപ്പോൾ എൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ ഇതാണ്: മാനേജ്മെൻറ്റ് തത്വങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നതിലൂടെ മേലധികാരികൾക്ക് അവരുടെ പ്രൊഫഷനിലെ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നു. ആശയം വിശദമാക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണ് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഏരിയയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ബൈ FW ടൈലർ. FW ടൈലറിൻ്റെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. FW ടൈലർ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങളും ടെക്നിക്കുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. തത്വങ്ങൾ മാത്രമല്ല, ആ തത്വങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതും കൂടെ ആവശ്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെക്നിക്സും കൂടെ ആവശ്യമെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൽ ശാസ്ത്രം പ്രയോഗിക്കുന്നതിനെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഫോർ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ്. ഓരോ എലമെൻറ്റിലും ശാസ്ത്രം പ്രയോഗിക്കുന്നതാണ്. പിന്നെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. FW ടൈലറിൻ്റെ ഒന്ന് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, പരിചയത്തിലൂടെയുള്ള പ്രായോഗികതയ്ക്ക് പകരമായി ശാസ്ത്രീയ സമീപനമാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സ്പീരിയൻസിലൂടെയുള്ള കാര്യങ്ങൾ മാത്രം പോരാ, ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത ചില പ്രിൻസിപ്പിൾസും കൂടി പ്രയോഗിക്കേണ്ടതെന്നുള്ളതാണ് FW ടൈലർ പറഞ്ഞത്. അതായത് FW ടൈലർ ഇൻസിസ്റ്റ് ദാറ്റ് ഈച്ച് ജോബ് പെർഫോംഡ് ഇൻ ദി ഓർഗനൈസേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് എൻക്വയറി ആൻഡ് നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് റൂൾ ഓഫ് തമ്പ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഓരോ ജോലിയും നിർവഹിക്കുന്ന ശാസ്ത്രീയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ പരിചയത്തിലൂടെയുള്ള പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലായിരിക്കരുത് എന്നുള്ളത് FW ടൈലർ നമ്മൾ പറഞ്ഞു. മറ്റൊരു പ്രിൻസിപ്പിൾ FW ടൈലറിൻ്റെത് അഭിപ്രായ ഭിന്നതയ്ക്ക് പകരം സ്വരച്ചേർച്ച, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അതായത് അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ പാടില്ല, അതിന് പകരം അവിടെ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, സ്വരച്ചേർച്ച ഉണ്ടായിരിക്കണം. അതായത് മെന്റൽ റവല്യൂഷൻ ഉണ്ടായിരിക്കണം. മെന്റൽ റവല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പിൾസിൽ നിന്നും ഒരു ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്നുള്ള പ്രിൻസിപ്പിളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് മെന്റൽ റവല്യൂഷനെ കുറിച്ച്. എന്താണ് മെന്റൽ റവല്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദർ ഷുഡ് ബി കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. അതായത് മാനേജ്മെന്റും തൊഴിലാളികൾക്കും ഇടയിൽ നല്ല ഒരു സൗഹാർദ്ദം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടു അച്ചീവ് ദിസ് സ്റ്റേറ്റ് ദർ ഷുഡ് ബി എ റവല്യൂഷണറി ചേഞ്ച് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്. അതായത് അങ്ങനെ ഒരു സ്വരച്ചേർച്ച അവിടെ ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും സമീപനത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കണം. അതിനെയാണ് നമ്മൾ മെന്റൽ റവല്യൂഷൻ എന്ന് പറയുന്നത്, മാനസിക വിപ്ലവം. അതായത് തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരിക്കണം. അവർ തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് തൊഴിലാളികളെ മാനേജ്മെന്റും അംഗീകരിക്കണം, മാനേജ്മെന്റിനെ തൊഴിലാളികളും അംഗീകരിച്ചുകൊണ്ട് പരസ്പര സഹകരണത്തോട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മാനസിക വിപ്ലവം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മെന്റൽ റവല്യൂഷൻ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം, എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം. ഇനി അടുത്ത പ്രിൻസിപ്പിളാണ് കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് കോ ഓപ്പറേഷൻ ബിറ്റ്വീൻ ദി എംപ്ലോയീസ് ആൻഡ് ദി മാനേജ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വലിസം. അതായത് വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമപ്രധാനം എന്നവിടെ ചിന്തിക്കാൻ പാടില്ല. തൊഴിലാളികൾ മാനേജ്മെന്റും തമ്മിൽ പൂർണ്ണമായ സഹകരണത്തിന് അവിടെ ഊന്നൽ നൽകണം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹാർമണി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരച്ചേർച്ച ഉണ്ടായിരിക്കുന്ന വഴക്കുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ 4ാമത്തെ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. അതായത് ഓരോ വ്യക്തിക്കും പരമാവധി കാര്യക്ഷമതയും അഭിവൃദ്ധിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ. അതായത് ഈ പ്രിൻസിപ്പിളോട് FW ടൈലർ പറഞ്ഞതാണ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ദർ ഷുഡ് ബി ഗിവൺ ദി റിക്വയർഡ് ട്രെയിനിങ്. അതായത് അവിടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ എന്ത് ചെയ്യണം, തൊഴിലാളികൾക്ക് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ്. ഇനി അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അത്രയ്ക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നല്ല, ഡയറക്റ്റ് തന്നെയാണ്. മിസ്റ്റർ ഗോഡ്വിൻ, ദി ഓണർ ഓഫ് എ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, likes to implement scientific management principles in his business. അതായത് ഗോഡ്വിൻ ഒരു ഉൽപ്പാദന സ്ഥാപനത്തിന് ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഹി ഹാസ് ടു ഫോളോ?
അദ്ദേഹം പാലിക്കേണ്ട തത്വങ്ങൾ വിശദമാക്കുക. നമ്മൾ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസും പഠിച്ചിട്ടുണ്ട്, FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണെന്ന് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്, ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അത് ഇത്രയും നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എഴുതുക. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഏരിയ നോക്കാം. നമ്മൾ പഠിച്ചത് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഏരിയ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് തന്ത്രങ്ങൾ, ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തും കൂടെ വേണം, അദ്ദേഹത്തിൻ്റെ ടെക്നിക്സും കൂടെ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളും അതിന് വിശദമായ നോട്ടും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഏതൊക്കെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ്? ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു ടെക്നിക്കാണ് ഇത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യക്തികൾക്ക് വ്യത്യസ്ത ക്വാളിറ്റീസ് ആണ് ഉണ്ടാവുക, അതായത് വ്യത്യസ്ത ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാവുക, വ്യത്യസ്തമായ കഴിവുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കഴിവുകളൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് എല്ലാ ക്വാളിറ്റിയും ഒരാൾക്ക് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരുടെയും ക്വാളിറ്റി കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് FW ടൈലർ ആവിഷ്കരിച്ച ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അതായത് ഒരു ഫാക്ടറി മാനേജർക്ക് കീഴിൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചു. ഒരു ഫാക്ടറിയിലെ പ്രവർത്തനത്തിന് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, പ്ലാനിംഗ് ഇൻചാർജ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഇൻചാർജും, അതായത് ഉൽപ്പാദന ചുമതലക്കാരനും ആസൂത്രണ ചുമതലക്കാരനും എന്ന് പറഞ്ഞിട്ട് 2 ഡിപ്പാർട്ട്മെൻ്റ് ആക്കി തിരിച്ചു. എന്നിട്ട് പ്ലാനിംഗ് ഇൻചാർജിന് കീഴിൽ 4 വിദഗ്ധ സൂപ്പർവൈസർ ഫോർമാൻമാരെ നിയമിച്ചു. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, അതുപോലെ റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറി എന്ന് പറഞ്ഞ 4 ആളുകളും, അതുപോലെ പ്രൊഡക്ഷൻ ഇൻചാർജിന് കീഴിൽ സ്പീഡ് ബോസ്, ഗാങ് ബോസ്, അതുപോലെ ഇൻസ്പെക്ടേഴ്സ്, റിപ്പയർ ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും 8 ആളുകളെ ഒരു ഫാക്ടറി മാനേജർക്ക് കീഴിൽ 8 ആളുകളുടെ ക്വാളിറ്റീസിനെ സമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ആ സ്ഥാപനത്തിന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഓരോരുത്തരെ വിഭജിച്ചിട്ട് അവർക്ക് ഓരോ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ടെക്നിക്സും പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിൽ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, അതേപോലെ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ഇതിനൊക്കെ സ്പീഡ് ബോസ്, ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്താണെന്നുള്ള പ്രത്യേകം ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടേഴ്സ്, ഇവരുടെയൊക്കെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളതൊക്കെ ശരിക്കും പഠിച്ചു വെക്കണം. അതിനൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് അതെല്ലാം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ജോലിയുടെ ലാളിത്യവൽക്കരണവും നിലവാരവൽക്കരണവും. സ്റ്റാൻഡേർഡൈസേഷൻ സിംപ്ലിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിക്കും അതിന് എന്ത് നൽകുകയാണ്? ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലിമിനേഷൻ ഓഫ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ട്സ്. അതായത് അനാവശ്യ വൈവിധ്യങ്ങൾ വലുപ്പത്തിലും അളവിലുമുള്ളതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ലാളിത്യവൽക്കരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പകരമായിട്ട് പുതിയ വൈവിധ്യമുള്ളവ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ നിലവാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞത് മെത്തേഡ് സ്റ്റഡി, രീതി പഠനം. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. രീതി പഠനം എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ രീതി പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. അതായത് ഒരു ജോലി ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് ഏറ്റവും മികച്ച വഴി കണ്ടെത്തുന്നതിനെയാണ് രീതി പഠനം എന്ന് പറയുന്നത്. പിന്നെ മോഷൻ സ്റ്റഡി, അതുപോലെ ചലന പഠനം. അനാവശ്യ ചലനങ്ങൾ ബിസിനസ്സിൽ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് മോഷൻ സ്റ്റഡി. അതുപോലെ ടൈം സ്റ്റഡി, സമയ പഠനം. അതായത് എത്ര സമയത്തിനുള്ളിൽ എത്രത്തോളം വർക്ക് ചെയ്ത് തീർക്കാമെന്നുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ടൈം സ്റ്റഡി. പിന്നെ ഫാറ്റീഗ് സ്റ്റഡി, ക്ഷീണ പഠനം. അതായത് തൊഴിലാളികൾക്ക് ഏതെല്ലാം സമയത്താണ് അവർക്ക് ഇൻ്റർവെൽ കൊടുക്കേണ്ടത്, അതായത് അവർക്ക് ക്ഷീണം മാറ്റാനുള്ള സമയം എങ്ങനെയൊക്കെ അലോ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഫാറ്റീഗ് സ്റ്റഡി. പിന്നെ ഒരു 7ാമത്തെ ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള വ്യത്യസ്ത വേതന നിരക്ക് രീതി. അതായത് ഓരോ തൊഴിലാളികളുടെയും എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, അവർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പിന്നെ അവർക്ക് ഒരു വേതനം നിശ്ചയിക്കാം. അപ്പോൾ വ്യത്യസ്ത വേതന നിരക്ക് രീതിയാണ് FW ടൈലർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതായത് ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ട് അവർക്ക് കൂലി നൽകുക എന്നുള്ളതാണ്. അത് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോട്ട് എഴുതിയപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ 5 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 5 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ കുറേ എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ലെക്ചർ നോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കിൻ്റെതാവും. ഓക്കെ,
അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്. അപ്പോൾ ഈ സയൻറ്റിഫിക് ടെക്നിക്സ് എന്നുള്ളതെന്ന് ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ബൈ FW ടൈലർ. താഴെ തരുന്നതിൽ FW ടൈലറിൻ്റെ സംഭാവന അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഉണ്ട്, ടൈം സ്റ്റഡി ഉണ്ട്, അതുപോലെ സ്കാലർ ചെയിൻ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഏതാണ്? സ്കാലർ ചെയിൻ ആണ് അല്ലേ? സ്കാലർ ചെയിൻ ആര് സംഭാവനയാണ്? ഹെൻറി ഫയോളിൻ്റെതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ശാസ്ത്രീയ മാനേജ്മെന്റ് ഏതെങ്കിലും 3 ടെക്നിക്കുകൾ വിവരിക്കുക. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ഇത്രയും പറഞ്ഞ ടെക്നിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ടെക്നിക്ക്, പക്ഷേ 5 മാർക്കിനാണ്. അപ്പോൾ 5 മാർക്കിന് എഴുതാൻ പറ്റുന്ന ടെക്നിക്സ് എടുത്തിട്ട്, അപ്പോൾ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ബന്ധപ്പെട്ട് ഡിഫറൻഷ്യൽ പീസ് വൈസ് സിസ്റ്റം, അതുപോലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ മാർക്കിന് അവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം 3 പ്രിൻസിപ്പിൾസ് സെലക്ട് ചെയ്യുക 5 മാർക്കിന് ചോദിക്കുന്ന സമയത്ത്. ഈ ക്വസ്റ്റ്യൻ 2013, 2015 അങ്ങനെ 2 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 2 തവണ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 2016, 2017 ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദി ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആസ് പ്രൊപ്പൗണ്ടഡ് ബൈ FW ടൈലർ. FW ടൈലർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ശാസ്ത്രീയ മാനേജ്മെന്റ് പദ്ധതികൾ ഏതെല്ലാമെന്ന് ചുരുക്കി വിവരിക്കുക. അപ്പോൾ അവിടെയും ചോദിച്ചിട്ടുള്ളത് 5 മാർക്കിനാണ്. അപ്പോൾ അത് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ്. നന്നായിട്ട് പഠിച്ചു. FW ടൈലറിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക്കുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ ദിസ് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 1 വർക്കർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ 8 സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ. അതായത് ശാസ്ത്രീയ മാനേജ്മെന്റ് ഒരു തത്വത്തിൽ ഒരു ജോലിക്കാരനെ 8 പ്രത്യേക മേൽനോട്ടക്കാർ നിരീക്ഷിക്കുന്നു. അതായത് ഒരു ജോലിക്കാരനെ 8 പ്രത്യേക മേൽനോട്ടക്കാർ നിരീക്ഷിക്കുന്നു. ഐഡന്റിഫൈ ദി ടെക്നിക്ക്. ആ ടെക്നിക്ക് ഏതാണ്? 8 ആളാക്കി വിഭജിച്ചത് ഏതിലാണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലാണ്. ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഷോ ദിസ് ടെക്നിക് ഇൻ എ ഡയഗ്രാം. അതൊരു ഡയഗ്രാം ആയിട്ട് കാണിക്കണം. നമ്മൾ ഡയഗ്രാം ആയിട്ട് വരച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം കാണിക്കണം. അപ്പോൾ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സിൽ നിന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ് സ്റ്റഡി ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആസ് എ പാർട്ട് ഓഫ് ഇംപ്ലിമെന്റിംഗ് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് ഇൻ ഹിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മിസ്റ്റർ അരവിന്ദ് ഡിസൈഡഡ് ടു കണ്ടക്ട് വർക്ക് സ്റ്റഡി. അതായത് ശ്രീ അരവിന്ദ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ശാസ്ത്രീയ മാനേജ്മെന്റ് തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വർക്ക് സ്റ്റഡി നടത്താൻ തീരുമാനിച്ചു. ഫോർ ദാറ്റ് ഹി കണ്ടക്ട് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി ആൻഡ് ഫാറ്റീഗ് സ്റ്റഡി. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ടൈം സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, മോഷൻ സ്റ്റഡിയും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ചലന പഠനം, ഫാറ്റീഗ് സ്റ്റഡി ക്ഷീണ പഠനം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹി ഫോർഗെറ്റ് ടു കണ്ടക്ട് 1 റിലേറ്റഡ് സ്റ്റഡി. അതുമായിട്ട് ബന്ധപ്പെടുത്തിയ മറ്റേതോ ഒരു സ്റ്റഡിയും കൂടെ ഉണ്ട്. അത് അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടക്ട് ചെയ്യാനും മറന്നുപോയി. ഐഡന്റിഫൈ ഇറ്റ്. ഏതാണ്? ഫാറ്റി സ്റ്റഡി ഉണ്ട്, മോഷൻ സ്റ്റഡിയും പറഞ്ഞു, ടൈം സ്റ്റഡിയും പറഞ്ഞു. അപ്പോൾ ഇനി പറയാത്തൊരു സ്റ്റഡി ഏതാണുള്ളത്? മെത്തേഡ് സ്റ്റഡി, രീതി പഠനം. അത് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ ഡിസ്കസ് ചെയ്യാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ള ഒന്നും ചോദിക്കില്ല എന്നുള്ളതല്ല കേട്ടോ. ഗ്യാങ് ബോസ്, ഡിസിപ്ലിനറിയൻ, ഇതൊക്കെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകളാണ്. റിപ്പയർ ബോസ്, സ്പീഡ് ബോസ്, ഇവരുടെയൊക്കെ ഡ്യൂട്ടീസും ഒക്കെ ശരിക്കും പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ കറക്റ്റ് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മെത്തേഡ് സ്റ്റഡിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ് സ്റ്റഡി തന്നെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദി ജോബ്. ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വിധം കണ്ടുപിടിക്കലാണ് ഈ പഠനം. ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വിധം കണ്ടുപിടിക്കലാണ് ഈ പഠനം. ഇത് ഏതാണെന്നുള്ളതാണ്. ഐഡന്റിഫൈ ദി ടെക്നിക്ക്. അപ്പോൾ ഏതാണ്? രീതി പഠനം അല്ലേ? മെത്തേഡ് സ്റ്റഡിയിലൂടെയാണ് ഏറ്റവും നല്ല രീതി തിരഞ്ഞെടുക്കുക. മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന ടെക്നിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി നരേറ്റ് മോഷൻ സ്റ്റഡി. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. ചലന പഠനത്തെ കുറിച്ചിട്ട് വിവരിക്കാൻ. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്ന ടെക്നിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. വേജസ് ഓഫ് എംപ്ലോയീസ് ഷുഡ് ബി ഫിക്സ്ഡ് സയന്റിഫിക്കലി ബേസ്ഡ് അപ്പോൺ ദ പെർഫോമൻസ്. ജീവനക്കാരുടെ വേതനം അവരുടെ നിർവഹണത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി നിർണ്ണയിക്കേണ്ടതാണ് എന്ന് FW ടൈലർ നിർദ്ദേശിച്ച തത്വം ഏതാണെന്നുള്ളത് വിവരിക്കാനാണ്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ മെൻഷൻ ഹിയർ ബൈ FW ടൈലർ. 5 മാർക്കിന് ചോദിച്ചതാണ്.
അപ്പോൾ അത് തന്നെ മനസ്സിലാവുമല്ലോ നമുക്ക്. ജീവനക്കാരുടെ വേതന അവരുടെ നിർവഹണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതാണ് വ്യത്യസ്തമായ വേതന രീതി. എഫിഷ്യൻ്റ് ആയ ആൾക്കാർക്ക് ഒരു കൂലിയും എഫിഷ്യൻ്റ് അല്ലാത്ത ആളുകൾക്ക് മറ്റൊരു കൂലിയും നിർദ്ദേശിച്ചത്. അപ്പോൾ ഏതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ക്ലാസ്സിൽ നോട്ട് എഴുതിയതിന് പുറമേ ഉള്ള ലെക്ചർ നോട്ട്സും കൂടി ഉപയോഗിച്ചിട്ട് വേണം എഴുതണം, എന്നെങ്കിൽ 5 മാർക്കിനുണ്ട്. അപ്പോൾ FW ടൈലറിൻ്റെ കഴിഞ്ഞു. FW ടൈലറിൻ്റെ നമ്മൾ പറയാൻ ഇപ്പോൾ വിട്ടൊരു കാര്യമുണ്ട്. FW ടൈലർ ആരാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പിതാവാണെന്നുള്ളത് മറന്നു പോകരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകം, ഇതൊക്കെ ഹെൻറി ഫയോളിൻ്റെ കേസ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് FW ടൈലറിൻ്റെതും ചോദിച്ചേക്കാം. അപ്പോൾ അതും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും നമ്മൾ പറഞ്ഞു. ഇനി ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹെൻറി ഫയോൾ ആരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡേൺ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് തോട്ട്സിൻ്റെ ഫാദറാണ്. അതായത് മോഡേൺ മാനേജ്മെൻറ്റ്, ആധുനിക മാനേജ്മെൻറ്റിൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ ജനറൽ മാനേജ്മെൻറ്റ് പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഹെൻറി ഫയോളിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. അത് ഫ്രഞ്ച് ഭാഷയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലെ ജനറലെ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫയോൾ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആണ്. അതൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആണ് ഫയോള്. അതുപോലെ തന്നെ FW ടൈലർ കീഴ്ത്തല മാനേജ്മെൻ്റ് ആണ് പ്രാധാന്യം, ലോവർ ലെവലിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാലും ഫയോൾ പ്രാധാന്യം കൊടുക്കുന്നത് ടോപ്പ് ലെവലിനാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കണം. പിന്നെ അദ്ദേഹത്തിന് 14 പ്രിൻസിപ്പിൾസ് ആണ്. ഏതൊക്കെയായിരുന്നു 14 പ്രിൻസിപ്പിൾസ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർക്ക് കഴിഞ്ഞു പോയ വീഡിയോസ് കാണാം. പിന്നെ 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കാലർ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്. അല്ലേ, ഇത്രയാണ് 14 പ്രിൻസിപ്പിൾസ് ഹെൻറി ഫയോളിൻ്റെ. ഇത് നമ്മൾ ലാസ്റ്റ് എടുത്ത ഏരിയ ആയതുകൊണ്ട് അത്ര തന്നെ മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതൊക്കെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്, ഹെൻറി ഫയോൾ ഹാസ് സജസ്റ്റഡ് സം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ലിസ്റ്റ് ഔട്ട് എനി 6 ഓഫ് ദം. അതായത് ആധുനിക മാനേജ്മെന്റ് പിതാവ് എന്ന നിലയിൽ ഹെൻറി ഫയോൾ നിർദ്ദേശിച്ച മാനേജ്മെന്റ് തത്വങ്ങളിലെ ഏതെങ്കിലും 6 എഴുതാൻ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാനേജ്മെന്റ് തത്വങ്ങൾ 14 ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 അതിൽ നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ. അത് ഏതായാലും കുഴപ്പമില്ല. ഇനി അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് തന്നെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2017 ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനാണ് അവിടെ ചോദിച്ചത് മാത്രം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് എനി 10 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസിലെ 10 കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. 5 മാർക്കിനാണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ കുറക്കുക. 5 മാർക്കിന് 10 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചുരുക്കി എഴുതിയാൽ മതി ഓരോ പ്രിൻസിപ്പിളും. ഓക്കെ, അപ്പോൾ എന്തായാലും അത് എത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദി സീരീസ്. ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, അതിന്റെ വക്താവ് ഹെൻറി ഫയോൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദി ഫിലോസഫി ഓഫ് മാനേജ്മെന്റ് ആയതാണ്. ഒരു പക്ഷേ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാവും. അപ്പോൾ അങ്ങനെ വിട്ടുപോയത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ദി ഫിലോസഫി ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത് ആരാണ്? FW ടൈലർ ആണ് കേട്ടോ. ദി ഫിലോസഫി ഓഫ് മാനേജ്മെന്റ് FW ടൈലറാണ്. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ചോദിച്ച ഹെൻറി ഫയോളിനെ കുറിച്ച് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1 മാർക്കിന്റെ. ഹെൻറി ഫയോൾ എ ഫേമസ് മാനേജ്മെന്റ് തിയറിസ്റ്റ് ഹെയിൽസ് ഫ്രം ഡാഷ്. അതായത് മാനേജ്മെന്റ് സിദ്ധാന്തവാദിയായ ഹെൻറി ഫയോള് ഡാഷ് രാജ്യക്കാരനാണ്. ആരാണ്? ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഓപ്ഷനും ഉണ്ട്, ജപ്പാൻ, സ്പെയിൻ, റഷ്യ, ഫ്രാൻസ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫ്രാൻസ്. അപ്പോൾ അതുപോലെ തന്നെ FW ടൈലറിൻ്റെതും പഠിച്ചു വെക്കുക. അത് ആരായിരുന്നു അവർ രണ്ടാളും എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടായിട്ട് എഴുതാത്ത ഭാഗങ്ങൾ ലെക്ചർ നോട്ടിൽ നിങ്ങൾ എഴുതി. ലെറ്റ്സ് സീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ ഇല്ലേ, ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, അതുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. FW ടൈലേഴ്സ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഇൻ ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹെൻറി ഫയോൾസ് ഡാഷ് ഫങ്ഷൻ. FW ടൈലറിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന പ്രിൻസിപ്പിള് ഹെൻറി ഫയോളിൻ്റെ ഡാഷ് ഫങ്ഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ്. ഏതാണ്?
ഡിവിഷൻ ഓഫ് വർക്ക് ആണ് അല്ലേ. അങ്ങനെ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാലും തൊഴിലിനെ അവിടെ വിഭജിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലും ചെയ്യുന്നത്. ഫാക്ടറി മാനേജർക്ക് കീഴിൽ 8 ഫോർമാൻമാരാണ് മറ്റുള്ള ആളുകളെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ അവിടെയും ജോലി വിഭജിച്ചു കൊടുക്കുക തന്നെയാണ്. അപ്പോൾ ഒരേപോലത്തെ 2 പ്രിൻസിപ്പിൾസ് ആണ് ഏത്, ഒന്ന് FW ടൈലറിന്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പും അതുപോലെ തന്നെ ഹെൻറി ഫയോളിന്റെ ഡിവിഷൻ ഓഫ് വർക്കും. അപ്പോൾ ആൻസർ ഏതാണ്, ഡിവിഷൻ ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. In the opinion of Henry Fayol, the management expert, each employee should be received orders from one superior only. അതായത് മാനേജ്മെന്റ് വിദഗ്ധനായിട്ടുള്ള ഹെൻറി ഫയോളിന്റെ അഭിപ്രായത്തിൽ ഓരോ ജീവനക്കാരനും ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രമേ ഓർഡർ സ്വീകരിക്കാവൂ, ഉത്തരവുകൾ സ്വീകരിക്കാവൂ. ഇവിടെ പ്രതിപാദിക്കുന്ന മാനേജ്മെന്റ് തത്വം ഏതാണെന്ന് രേഖപ്പെടുത്താനാണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ റെഫേർഡ് ഹിയർ. ഏതാണ്, യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് അല്ലേ. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രകാരം പറഞ്ഞാൽ എന്താണ്, ദർ ഷുഡ് ബി ഓൺലി വൺ ബോസ് ഫോർ എവറി ഇൻഡിവിജ്വൽ എംപ്ലോയി ഓർ സബോർഡിനേറ്റ്. അതായത് ഒരു കീഴുദ്യോഗസ്ഥന് ഒരു ബോസ് മാത്രം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ. ആജ്ഞാ ഐക്യം, അതായത് ഓരോ തൊഴിലാളിക്കും ഒരു മേലാധികാരി മാത്രമേ പാടുള്ളൂ. ആ ഒരു മേലാധികാരിയിൽ നിന്ന് മാത്രമേ ഓർഡർ എന്ത് ചെയ്യാവൂ, സ്വീകരിക്കാവൂ. അപ്പോൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്തായിരുന്നു, 1 ഹെഡ് 1 പ്ലാൻ, ഒരു തലവനും ഒരു പ്ലാനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏത്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താ നോക്കാം. മിസ്റ്റർ സാം വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൾവേസ് റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം പ്രൊഡക്ഷൻ മാനേജർ ഓൺലി. അതായത് ഉൽപാദന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ശ്രീ സാമിന് ഉൽപാദന മേധാവിയിൽ നിന്ന് മാത്രമാണ് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സാമിന് പ്രൊഡക്ഷൻ മാനേജറിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. വിച്ച് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ഹിയർ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഏതാണ്, ഒരാളിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഏതാണ്, യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ. ഹു അഡ്വക്കേറ്റഡ് ദിസ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ ആരുടേതാണ്, ഹെൻറി ഫയോൾ. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടി ഇതിൽ നിന്ന് ഒരു 60-70% മാത്രമാണ് ക്വസ്റ്റ്യന് വരിക കേട്ടോ. അപ്പോൾ അത്രയും എന്തായാലും വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വരില്ല എന്നുള്ളതല്ല, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് A+ വാങ്ങാനൊന്നും കഴിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഏരിയകളും കൂടി ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യം കൂടെ നോക്കിയിട്ട് അതും വരാൻ സാധ്യത എന്നുള്ള നിലക്ക് അതും കൂടെ പഠിക്കുന്നതിൽ ഉൾപ്പെടുത്തണം. ഇനി യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, മാർഗനിർദ്ദേശ ഐക്യം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വിച്ച് എംഫസൈസ് ഓൺ 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ. ഒരു പദ്ധതിക്ക് ഒരു തലവൻ എന്നത് ഏത് മാനേജ്മെന്റ് തത്വവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏതാണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 1 മാർക്കിന് ചോദിച്ചതാണ്. അതേപോലെ തന്നെ വെച്ചാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വിച്ച് എംഫസൈസ് ഓൺ 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ. അത് ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു നെക്സ്റ്റ് ഇയറിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തിനാണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തന്നെയാണ്. ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തു കേട്ടോ, ഒരേ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സ്കാലർ ചെയിൻ, അധികാര ശ്രേണി. അതിൽ നിന്നാണ് സ്കാലർ ചെയിൻ എന്നാണ് അടുത്ത ചോദിച്ചിട്ടുള്ളത്. സ്കാലർ ചെയിൻ ആൻഡ് ഗ്യാങ് പ്ലാങ്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം ഷുഡ് ഫോളോ ദി ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ്. മുകളിൽ നിന്നും താഴേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് അനുസരിച്ചായിരിക്കണം. ഐഡന്റിഫൈ ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മെൻഷൻ എബോ. കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ അതാണല്ലോ ഉള്ളത്, സ്കാലർ ചെയിൻ അല്ലേ. ഐഡന്റിഫൈ ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മെൻഷൻ എബോ. അവിടെ മെൻഷൻ ചെയ്ത പ്രിൻസിപ്പിൾ ഏതാണ് പ്രിൻസിപ്പിൾ, സ്കാലർ ചെയിൻ. നെയിം ദി ഷോർട്ട് കട്ട് പ്രപ്പോസ്ഡ് ബൈ ഹെൻറി ഫയോൾ ഫോർ സ്പീഡ് ബൈ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് പിയിലോട്ട് എത്തിയ ഒരു, അതായത് ഡിക്ക് ഓയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി പോയിട്ട് എസ് വഴി പോയിട്ട് LMN വഴി പോയിട്ട് ഓയിൽ എത്തണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് കൂടുതൽ സമയം എടുക്കും എന്നുള്ള ആ ഒരു ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൻറി ഫയോൾ ആവിഷ്കരിച്ചത്, ഗാങ് പ്ലാങ്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിം ദി ഷോർട്ട് കട്ട് പ്രപ്പോസ്ഡ് ബൈ ഹെൻറി ഫയോൾ. അപ്പോൾ ഹെൻറി ഫയോൾ പ്രപ്പോസ് ചെയ്ത ഷോർട്ട് കട്ട് ഏതാണ്, ഗാങ് പ്ലാങ്ക് ആണ്.
ഓക്കെ, അപ്പോൾ അതൊരു തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ജസ്റ്റ് 2 പ്രിൻസിപ്പിൾ ഏതാണെന്നും മറ്റത് എഴുതാനുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫയോൾ ജസ്റ്റിഫൈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഒരു സ്ഥാനം എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാകണം, അതുപോലെ ഓരോ വസ്തുവും അതിൻ്റെതായ സ്ഥാനത്തുണ്ടാകണം. ഫയോളുടെ ഏത് തത്വമാണ് മേൽ പറഞ്ഞ പ്രസ്താവനയെ സാധൂകരിക്കുന്നത്? നമ്മൾ അതേ സെൻറ്റൻസ് തന്നെ എഴുതിയിട്ടുണ്ട്. എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഏതാണ് പ്രിൻസിപ്പിള്? ക്രമം, അല്ലേ? ഓർഡർ. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഒരു ക്രമവും ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾസിലാണ്? ഫയോളിൻ്റെ ഓർഡർ, ക്രമം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എക്സാമിന് +2 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ 2 സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട്, അതിലേതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അതിൽ പ്രതിപാദിക്കുന്നുള്ളതാണ്. മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് എമംഗ് എംപ്ലോയീസ്. ജീവനക്കാരിൽ സംഘബോധം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ് എന്നുള്ളതാണ്. ഏത് പ്രിൻസിപ്പിളാണ്? ഐക്യമത്യ മഹാബലം, എസ്പിരിറ്റ് ഡി കോപ്സ്. അതായത് ടീം സ്പിരിറ്റ് ഉണ്ടാവണം എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? എസ്പിരിറ്റ് ഡി കോപ്സ്. പിന്നെ അടുത്ത ഒന്ന്, ദർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവറിത്തിങ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഒരു സ്ഥാപനത്തിൽ എല്ലാത്തിനും ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഏതിലാണ്? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞോളൂ, അല്ലേ? ഏതാണ്? ക്രമം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സുപ്പീരിയേഴ്സ് ഷുഡ് ബി ഇമ്പാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദെയർ സബോർഡിനേറ്റ്സ്. അതായത് കീഴുദ്യോഗസ്ഥരോട് പക്ഷപാതരഹിതമായാവണം മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത്. അത് പ്രതിപാദിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഈസ് മീൻഡ് ഹിയർ? ഏത് മാനേജ്മെന്റ് തത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഏതാണ്? പാർഷ്യലായിട്ട് പെരുമാറാൻ പാടില്ല, ഇമ്പാർഷ്യൽ ആയിരിക്കണം, അതായത് തുല്യമായിട്ട് പെരുമാറണം എന്ന് പറയുന്ന ഏതാണ്? ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. This principle implies that superiors should be impartial while dealing with their subordinates. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ സെന്റൻസ് തന്നെ ഉണ്ട്. കീഴുദ്യോഗസ്ഥരുമായി ഇടപെടുമ്പോൾ മേലുദ്യോഗസ്ഥർ നിഷ്പക്ഷരായിരിക്കണം എന്നതാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തൊഴിലാളികളോടുള്ള മാനേജർമാരുടെ പെരുമാറ്റത്തിൽ ദയം നീതിയും ഒക്കെ ഉണ്ടായിരിക്കണം എന്നതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ് ഇൻ ദി ബിഹേവിയർ ഓഫ് മാനേജേഴ്സ് ടുവേർഡ്സ് വർക്കേഴ്സ്. അപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഇക്വിറ്റി, തുല്യത. Who advocated this principle? ഈ പ്രിൻസിപ്പിൾ ആരുടേതാണ്? നമുക്കൊക്കെ അറിയാം, അല്ലേ? ആരുടേതാണ്? ഹെൻറി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് മാനേജേഴ്സ് ഷുഡ് നെവർ ട്രൈ ടു ഹാവ് എ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന നയം മാനേജർ സ്വീകരിക്കാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന തത്വം ഏതാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കാൻ പാടില്ല. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഐക്യമത്യ മഹാബലം. ഏതായിരുന്നു പ്രിൻസിപ്പിള്? എസ്പിരിറ്റ് ഡി കോപ്സ്, അല്ലെ? ആ പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് ആൻഡ് ഹാർമണി അമംഗ് എംപ്ലോയീസ്. അതായത് ജീവനക്കാർക്കിടയിൽ ഐക്യവും സംഘബോധവും വളർത്തണം എന്നാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ അതുപോലെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എസ്പിരിറ്റ് ഡി കോപ്സുമായിട്ട് കണക്ട് ചെയ്ത്. Identify the management principle which states that a manager should replace I with a we in all his conversations with the workers to foster team spirit. ഇതേ സെന്റൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഒരു മാനേജർ ജോലിക്കാരോട് സംസാരിക്കുമ്പോൾ എല്ലാ സമയം ഞാൻ എന്നതിന് പകരം നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കണം എന്നുള്ള നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏത് മാനേജ്മെന്റ് തത്വമാണ്? അറിയാലോ, ഏതാണ്? എസ്പിരിറ്റ് ഡി കോപ്സ്, ഐക്യമത്യ മഹാബലം, അല്ലേ? ആരുടെ തത്വമാണ്? ഹെൻറി ഫയോളിന്റെ. ഇനി ഇതേപോലെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് ടീം സ്പിരിറ്റ് അമംഗ് എംപ്ലോയീസ്. തൊഴിലാളികൾക്കിടയിൽ ടീം സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഏതാണ്? എസ്പിരിറ്റ് ഡി കോപ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിന് കൂടെ ഓർഡർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞതുകൊണ്ട് ഇത് വീണ്ടും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതുവരെ എന്ന് പറയാൻ പറ്റില്ല, 2010 ശേഷം 2020 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അതും കൂടെ പഠിച്ചു വെക്കുക. എന്തായാലും ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും. ഓക്കെ.